ഈ സജി നന്ദിയാട്ട ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതിന് ഈ ദിവസങ്ങളിൽ മാത്രം പുറത്തു വരുന്ന വെളിപ്പെടുത്തൽ നോക്കിയാൽ മതി. ഇനിയും വെളിപ്പെടുത്തൽ പുറത്തു വരാനിരിക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ തലപ്പത്തിരിക്കാൻ സിദ്ദീഖിന് ഇനി യോഗ്യതയുണ്ടോ? ഇറങ്ങിപ്പോകണ്ടേ അവിടുന്ന്? അല്ല, ഇത് ഈ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഞങ്ങളിൽ നിന്നും എത്രയോ ലൊക്കേഷൻസും വ്യക്തികളും ഒക്കെ എത്രയോ അകലെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവുക. അത് സത്യം പറഞ്ഞാൽ അപ്പൊ നമ്മള് ഒരാൾ വന്ന് നേരിട്ട് മൊഴി പറയുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ഒരു റിട്ടേൺ പരാതി കൊടുത്താൽ അങ്ങനെയോടെ ചെയ്യാൻ സോഷ്യൽ സെറ്റപ്പ് കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ യോഗ്യതയില്ല, ഒരു സംശയം വേണ്ട. നമ്മളതിനകത്തൊന്നും അംഗീകരിക്കുന്ന പരിപാടിയില്ല. കാരണം ഇതിനകത്ത് ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടുക മാത്രമല്ല, ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ ധൈര്യമായിട്ട് ഇറങ്ങി പരാതി കൊടുക്കണമെന്നേ. ഇപ്പോ ജനം അറിഞ്ഞല്ലോ, കേരള പൊതുസമൂഹം ഇവരോടൊപ്പം നിൽക്കും, ഞങ്ങൾ നിൽക്കും, നിങ്ങൾ എല്ലാവരും നിൽക്കും. അപ്പം അവർക്ക് പരാതി കൊടുത്തിട്ട് പരാതി അനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ജനം സമ്മതിക്കില്ല. അപ്പൊ ഇവർ പരാതി കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അപേക്ഷ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് സജി നന്ദിയാട്ടിനെ പോലെയുള്ളവർക്ക് ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല സിനിമാ മേഖലയിൽ എന്നുകൂടിയല്ലേ? അത് ശുഭോദർക്കമല്ലേ സജി നന്ദിയാട്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ എന്റെ കമന്റ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമല്ല, ഇത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊക്കെ തന്നെയാണ്. കാരണം കുറെ ആൾക്കാരോട് അറിയിച്ച് വിളിച്ചിരുന്നെങ്കിൽ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ സെക്സ്വൽ ഹറാസ്മെന്റ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും എല്ലാവരും വന്ന്, ഈ 64 പേരല്ല മൊത്തത്തിൽ വന്നിരുന്നെങ്കിൽ നമുക്കിത് അറിയാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാചകം ഇന്നും പറയുമ്പോൾ ഒരു സെക്സ്വൽ ഹറാസ്മെന്റിന്റെ പേരിൽ മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം മറ്റു പല ഘടകങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മലയാള സിനിമയ്ക്ക് ഗുണകരമാകുന്ന മറ്റു പല കാര്യങ്ങളെ കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നടക്കുന്ന വേട്ടക്കാരെ ഈ ഒരു മേഖലയിൽ നിന്ന് മാക്സിമം മേഞ്ഞു നടക്കുന്ന കടിച്ചു കയറാൻ നടക്കുന്ന വേട്ടക്കാരെ ആദ്യം കൂട്ടാം. നമുക്ക് അതിനുശേഷമാകാമല്ലോ. നമുക്ക് അതിനുശേഷം ഈ പറഞ്ഞ ടോയ്ലറ്റ് സംവിധാനവും തുല്യവേതനവും ഒക്കെ അത് കഴിഞ്ഞാകാം. ആദ്യം പ്രധാനം ഡിഗ്നിറ്റി, ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റിക്ക് പുല്ലുവില കൊടുക്കാത്ത ഒരു സംവിധാനത്തെ ചങ്ങലക്കിടണം അല്ലേ? ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ വേതനവും അതല്ലെങ്കിൽ അതൊക്കെ രണ്ടാമത് അഭിമാനവും നമ്മുടെ ജീവിതവും നമ്മുടെ ഇതും കഴിഞ്ഞല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ടാണ്. ഞങ്ങളുടെ ഭാഗത്തോട്ട്, ഞങ്ങൾ അമ്മയായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ആർട്ടിസ്റ്റുകളെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ആര് തെറ്റ് ചെയ്താലും ഞങ്ങൾ ഇവരോട് കൂടെ നിൽക്കാം. ഞങ്ങൾക്ക് അതിനകത്ത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ്. പണം പോകുന്നത് ഞങ്ങളുടെയാണ്. രേവതിയുടെ വെളിപ്പെടുത്തലിൽ മറ്റാർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ രേവതി തുറന്നു പറയുന്നതിൽ, രേവതി ഇപ്പോൾ ആദ്യം പറയുന്നല്ലോ, രേവതി വർഷങ്ങൾക്ക് മുന്നേ ഇത് പറഞ്ഞതാണ്. ഇതിപ്പോ വീണ്ടും ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലം ഒരിക്കൽ കൂടി പറയുന്നു എന്നേ ഉള്ളൂ. അന്ന് ഒന്നും സംഭവിച്ചില്ല. സജി, ഈ രേവതിയുടെ ഈ തുറന്നു പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെതിരെ കേസെടുക്കണം എന്ന് നിർമ്മാതാക്കളുടെ സംഘടന കൂടി ആവശ്യപ്പെടുകയാണ് അല്ലേ? അല്ല, നിർമ്മാതാവുന്നതിൽ സജി കൂടി ആവശ്യപ്പെടുകയാണ്. അല്ല, ഞാൻ നിർമ്മാതാക്കളുടെ സംഘടനയുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞ ഞാൻ ആളല്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് വ്യക്തിപരമായ എന്താണ് അഭിപ്രായം? ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, സ്വാഭാവിക ആശ്രയിക്ക് മനസ്സിലാവും. ഒരു സംഘടന അഭിപ്രായം പറഞ്ഞത് എപ്പോഴാണ്? അവര് കമ്മിറ്റി കൂടിയിട്ട് എന്തോ വ്യക്തിപരമായ ഞങ്ങളുടെ നിലപാട് എന്താണ്? വ്യക്തിപരമായ നിലപാടോ? എന്റെ നിലപാട് ഈ പറഞ്ഞ കുട്ടി ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതോട്ടെ ഇങ്ങനൊരു കാര്യം. ഇത് കറക്റ്റ് ആണെങ്കിൽ അത് പരാതി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പരാതി ഇല്ലെങ്കിലും കേസെടുക്കാൻ വകുപ്പുണ്ട്. പരാതി ഇല്ലെങ്കിലും കേസെടുക്കാം സാർ. ഇതിൽ യാതൊരു അവ്യക്തതയുമില്ല. ഈ പറയുന്ന പരാതി, ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ കേസെടുക്കാൻ പ്രശ്നമില്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പരാതി ഇല്ലെങ്കിലും കേസെടുക്കാം. പക്ഷെ ഒരു കാര്യം ആക്ഷി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, വ്യക്തിപരമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരാതി ഇല്ലെങ്കിലും കേസെടുക്കാം, നമുക്ക് സ്വമേധയാ കേസെടുക്കാം. പക്ഷെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ, നിയമപരമായ വ്യാഖ്യാനം നൽകുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ അറിയപ്പെടുന്ന വക്കീലുമായി സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആയതുകൊണ്ട് പരാതിയില്ലാതെ കേസെടുക്കാൻ പറ്റില്ല. ഇവിടെ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. സിനിമാ വിവാദം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ഞങ്ങളാണോ നിങ്ങളാണോ എന്ന ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ അതല്ല പ്രശ്നം. നമ്മൾ കണ്ണടച്ചിട്ടാക്കല്ലേ. നിയമപരമായി ഞാൻ രാഷ്ട്രീയോട് പറയുന്നു, ഹേമ കമ്മീഷൻ ആയിരുന്നെങ്കിൽ കേസ് സ്വമേധ എടുക്കാമായിരുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആയിരുന്നുകൊണ്ട് കേസ് സ്വമേധ എടുക്കാൻ പറ്റില്ല. ചോദിച്ചോട്ടെ, ഒരാൾ സ്വമേധ കേസ് എടുത്താൽ ലളിതകുമാരി കേസിന്റെ വിധി വായിക്കാത്ത സുപ്രീം കോടതി വക്കീൽമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒറ്റ ഉത്തരം, ഈ ലളിതകുമാരി കേസിന്റെ വിധിയുടെ ഏറ്റവും ഒടുവിലത്തെ 3 പാരഗ്രാഫ് വായിച്ചാൽ ഒരു സുപ്രീം കോടതി വക്കീൽ അങ്ങനെ പറയില്ല. അതേത് സുപ്രീം കോടതി വക്കീലാണ് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. സജി,
അല്ല ഒരു കാര്യം ചോദിച്ചിട്ട്, സ്വമേധയാ കേസെടുത്താൽ ആഷ്മി, ഞാനൊരു ഒരു സംശയം ചോദിക്കുകയാണ്. സ്വമേധയാ കേസെടുത്താൽ ആ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വാദി പിന്മാറിയാൽ എന്ത് ചെയ്യും? അതൊക്കെ പിന്നുള്ള കാര്യമല്ലേ സാർ? പറയൂ. അതൊക്കെ പിന്നുള്ള കാര്യമല്ലേ? FIR ഇടലല്ലാതെ മറ്റു മാർഗ്ഗം പോലീസിന് മുന്നിലില്ല. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരു കൊഗ്നൈസബിൾ, അതൊക്കെ പിന്നെയല്ലേ, അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ? വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഇടിക്കുമെന്ന് ഓർത്ത് ഓടിക്കുക. അല്ല, അങ്ങനല്ല. ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് പോലീസിന്റെ ഇൻഫർമേഷനിലേക്ക് വന്നാൽ അതിൽ FIR ഇടലല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്ന് കൺഫ്യൂഷൻ ഒന്നും ഒരു അടിസ്ഥാനമില്ലാതെ ഈ ലളിതകുമാരി കേസിൽ വളരെ ഭംഗി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ പറയുന്നു, ഇപ്പോൾ സജി ഉന്നയിച്ച ഈ ആരോപണങ്ങളൊക്കെ FIR തുടർ നടപടിയിൽ ചാർജ് ഷീറ്റിലേക്ക് പോകുമ്പോഴാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഞാൻ അങ്ങനെയൊക്കെ